സാക്ഷ്യം പറയാൻ പറ്റും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതി. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, വീഴുവാൻ തക്കവണ്ണം തള്ളി എങ്കിലും, ശത്രു വീഴുവാൻ തക്കവണ്ണം തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. രാത്രി ദൈവത്തിന് സ്തോത്രം. പല നിലവാരത്തിൽ നീ അറിയാത്ത സ്ഥാനത്ത് നിന്നെ തള്ളിയ, നിന്നെ വീഴിക്കാൻ ശ്രമിച്ച സ്ഥാനത്താണ് യഹോവ സഹായിച്ചതുകൊണ്ട് നിലനിൽക്കുന്നത് എന്നോർത്തൊരു സ്തോത്രം ചെയ്യുക, ആരാധിക്കുക. നശിപ്പിച്ച് കളയുവാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾ നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ വിഷയങ്ങളെ തൊട്ട് വിടുവിക്കാൻ ഹല്ലേലൂയ സാധ്യമല്ലാത്തവണ്ണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു വിധത്തിലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ഗോഡ് ബന്ധനങ്ങളിട്ട്, കഷ്ടങ്ങളിട്ട്, ഭാരങ്ങളിട്ട്, പ്രയാസപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ച സ്ഥാനത്ത് മലാഖി പറഞ്ഞു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ, ഗ്രേസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ വന്നിരിക്കുന്ന ജനമേ, ഇന്ന് രാത്രി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് 1-2 ഭാഗങ്ങൾ ചിന്തിക്കാം. മലാഖി പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. മലാഖി ചാപ്റ്റർ 3 വേഴ്സ് 12. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കുക, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും. പ്രൈസ് ഗോഡ്. ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് വിചാരമുണ്ടോ? പ്രൈസ് ഗോഡ്. സകല ജാതികളും നിങ്ങളെ എന്താ പറയും? ഭാഗ്യവാന്മാർ എന്ന് പറയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് ഒക്കുമോ ഇല്ലയോ, നടക്കുമോ ഇല്ലയോ, ശരിയാകുമോ ഇല്ലയോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ശരിയാവുമെന്ന് അറിയാനായിട്ട്. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയുമെന്ന് പറയുന്നത് ഞാനല്ല. പ്രൈസ് ഗോഡ്. മനുഷ്യനല്ല, മലാഖിയല്ല. പിന്നെ ആരാ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. രാത്രി ഞാൻ ചോദിക്കട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്തതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു വിശ്വാസം ആരുടെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. യെസ്, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നീ ഒരു മനോഹര ദേശമെന്ന് സകല ജാതികളും ഭാഗ്യവാന്മാരെന്ന് പറയത്തക്കവണ്ണം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ആ അങ്ങനെ കഴിയുന്ന ദൈവമാണ് അരുളി ചെയ്യുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രാത്രി ആമേൻ. നമ്മളെ കുറിച്ച് മറ്റുള്ളവര് ഭാഗ്യവാന്മാർ എന്ന് പറയുമോ ഇല്ലയോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പറയുമെങ്കിൽ അതെങ്ങനെ സംഭവിക്കും? എങ്ങനെയത് നമുക്ക് അവകാശമാക്കാം? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. റിസൾട്ട് വന്ന സമയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. പലരെയും അപ്ലോസ് ചെയ്യുവാനും അഡ്മയർ ചെയ്യുവാനും കൺഗ്രാജുലേറ്റ് ചെയ്യുവാനും തക്കവണ്ണം നല്ല മാർക്കൊക്കെ മേടിച്ച് ഫെസിറ്റിയിൽ പിള്ളേർ ഇത്തരത്തെ മാർക്ക് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മിക്കവർക്കും എബോവ് 90 ഉണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വളരെ സന്തോഷം തോന്നി. ആമേൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടത്, ഭാഗ്യം കൊണ്ട് കിട്ടിയതാണോ? പ്രൈസ് ഗോഡ്. ഭാഗ്യം കൊണ്ട് കിട്ടിയതാണെന്ന് പറയുന്നതിനേക്കാൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം കുറച്ചൊക്കെ പഠിക്കുകയും കുറച്ചൊക്കെ ദൈവത്തിന്റെ സ്തോത്രം എഴുതുകയും ചെയ്തതിൻ്റെ പുറത്താണ് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ എല്ലാവർക്കും ഇങ്ങനെ മാർക്ക് കിട്ടിയത്. ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഭാഗ്യം കൊണ്ട് ലോട്ടറി അടിച്ചാണെന്ന് വിചാരിക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ദൈവം വായിക്കാൻ മനസ്സ് കൊടുത്തു, വായിച്ചത് ഗ്രഹിക്കാനും ഓർത്തിരിക്കാനും കൃപ കൊടുത്തു. പരീക്ഷ പേപ്പർ ചെന്നു, പരീക്ഷ ഹോളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കിയപ്പോൾ ഉത്തരങ്ങളെല്ലാം അറിയാം, എഴുതി വെച്ചു. 90, 94, 95 എല്ലാം A+ ഒക്കെ ആയിട്ടങ്ങ് പോന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതങ്ങനത്തെ ഒരു പരിപാടിയല്ല എഴുതിയിരിക്കുന്നത്. ഇച്ചിരി വ്യത്യാസമുണ്ട്. സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയും. അത് നമ്മളെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ പറയും? എന്തുകൊണ്ട് പറയും? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിനുവേണ്ടി സംയോജിക്കപ്പെടേണ്ട ഘടകങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ്?
to get, to achieve such a condition. Praise God. അതാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം. Praise God. എന്തുകൊണ്ട് പറയും എന്നതിൻ്റെ ഉത്തരം ഈ മലാഖി തന്നെ അതിൻ്റെ മേളിലെ വാക്യങ്ങളിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ദൈവ സ്തോത്രം, ഹല്ലേലൂയ. അത് നമുക്ക് നോക്കിയിട്ട് താഴോട്ട് പിന്നെ വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 10-ാം വാക്യം, എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്. പ്രൈസ് ഗോഡ്. കൊണ്ടുവരുന്ന കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദശാംശം കൊണ്ടുവരുന്ന കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസ്, നിങ്ങൾ മനോഹര ദേശമെന്ന് സകല ജാതികളും കണ്ടിട്ട് നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് എന്തുകൊണ്ട് പറയും? പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ കാരണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി പറയണം, കർത്താവേ എന്നെ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയത്തക്കവണ്ണം ആകാശത്തിലെ കിളിവാതില് ഇന്ന് നീ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മേളിലോട്ട് നോക്കിയിരുന്നാൽ നിരാശപ്പെടാൻ ഇടവരത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കെരീത്ത് തോട്ടില് ചൂരച്ചെടിയുടെ കീഴില് മേളിലോട്ട് നോക്കിയിരുന്ന ഏലിയാവിന് കാലത്ത് ഇറച്ചിയും അപ്പവും വൈകിട്ട് ഇറച്ചിയും അപ്പവും കാക്കയെ കൊണ്ട് കൊടുത്ത് പോഷിപ്പിച്ച ദൈവം നീ നോക്കിയിരിക്കുമ്പോൾ തന്നെ നിന്റെ അടുക്കലേക്ക്, പ്രൈസ് ഗോഡ്, നിന്റെ വിശപ്പ് മാറ്റാനുള്ളത് എത്തിച്ചു തരുവാൻ, ഏലിയാവിന് കൊടുത്തതുപോലെ തരുവാൻ വിശ്വസ്തനായതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകളോടെ മുകളിലേക്കൊന്ന് നോക്കിയിട്ട് പറ, കർത്താവേ നിന്നെ മാത്രം ആശ്രയിച്ച്, നിന്നെ മാത്രം പ്രതീക്ഷിച്ച്, നിന്നെ മാത്രം വിശ്വസിച്ച് ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒളിയിടത്തിൽ എന്നെ അറിയുന്ന ആരുമില്ല, എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കൊണ്ടുവരാൻ ആരുമില്ല. എന്നാൽ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, നീ അയച്ച്, കാക്കയെ അയച്ച് ഇവിടെ 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 എന്നെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. നീ ഇരിക്കുന്ന സ്ഥലത്ത് അയക്കുമെന്ന് മനസ്സിലാക്കി സ്തുതിക്കാൻ എത്ര പേർക്ക് സാധിക്കും? നീ ആരും അറിയാതെ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി അയക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ സാധിക്കും? യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആകാശത്തിലെ കിളിവാതിലുകൾ നിന്റെ ജനത്തിനു വേണ്ടി തുറക്കാൻ കർത്താവേ നിനക്ക് കഴിയുമല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ നോക്കി പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് അനുകൂലമായൊരു പ്രവൃത്തി, ഞങ്ങൾക്ക് അനുകൂലമായൊരു പ്രവൃത്തി ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമേ, നിന്നെ ഞാനൊരു മനോഹര ദേശമാക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരുണ ഇന്ന് രാത്രി ഞങ്ങളുടെ ചുറ്റുപാടും വ്യാപരിക്കുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥാനത്ത്, ദൈവാത്മാവ് പിന്നെയും എന്നോട് പറയുന്നു, നീ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കയ്യിൽ കൊണ്ട് തരത്തക്കവണ്ണം വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ശക്തി. എന്തുകൊണ്ടാ ഏലിയാവിന് അനുഗ്രഹം കിട്ടിയെന്നറിയാമോ? അത് മനസ്സിലാക്കിയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് മലാഖി പറഞ്ഞത് ആകാശത്തിലെ കിളിവാതിൽ തുറക്കുമെന്ന് പറഞ്ഞത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാശ് കൊടുത്തുകൊണ്ടാണെന്ന് വിചാരിക്കല്ലേ, ദശാംശം കൊടുത്തുകൊണ്ടാണെന്ന് വിചാരിക്കല്ലേ. ദശാംശം കൊടുത്തതുകൊണ്ടാണ് ആകാശത്തിലെ കിളിവാതിൽ തുറന്നതെങ്കിൽ ആകാശത്തൂടെ കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവരാൻ ഏലിയാവ് എന്നാ കൊടുത്തേ? ഏലിയാവിന്റെ ചരിത്രം മുഴുവൻ ഞാൻ വായിച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് മേടിച്ചല്ലാതെ അങ്ങോട്ട് കൊടുത്ത് ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഏലിയാവ് കൊടുത്തതല്ല വിഷയം. പ്രൈസ് ഗോഡ്. ദശാംശം കൊടുത്തതല്ല വിഷയം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ചതാണ് വിഷയം. ആമേൻ. ദശാംശം കൊടുക്കാൻ പറഞ്ഞാൽ ദശാംശം കൊടുക്കും, പകുതി കൊടുക്കാൻ പറഞ്ഞാൽ പകുതി കൊടുക്കും, മുഴുവൻ കൊടുക്കാൻ പറഞ്ഞാൽ മുഴുവൻ കൊടുക്കും. ഇത് അനുസരണത്തിന്റെ ഭാഗമാണ്. പ്രൈസ് ഗോഡ്. നീ പോയി, ഏലിയാവേ നീ പോയി കെരീത്ത് തോട്ടിന്റെ അരികെ പോയി
പാത്തിരുന്നോ എന്ന് കർത്താവ് പറയുമ്പോൾ പ്രൈസ് ഗോഡ്, ഏലിയാവിനൊരു കാര്യം അറിയാം. തന്നോട് ക്രുദ്ധിച്ചിരിക്കുന്ന ആഹാബിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊന്ന് ഒളിച്ചിരുന്നേ മതിയാവൂ, എൻ്റെ പ്രവചനം നിറവേറും. ഏലിയാവേ, നിന്റെ പ്രവചനം നിറവേറും. നീ പറഞ്ഞത് നിറവേറും. നാളെ മുതല് അല്ല, ഇന്ന് മുതല് ഇനി നീ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഇത് ആകാശം അടച്ചുപൂട്ടി താക്കോലുമായി നീ പൊക്കോ. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കാൻ ഞാൻ കൂടെയുണ്ട്. നിന്നെ പരിപാലിക്കാൻ ഞാൻ കൂടെയുണ്ട്. നിന്നെ നടത്തുവാൻ ഞാൻ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ തന്റെ ഇടം കാണിച്ച, ചങ്കൂറ്റം കാണിച്ച ഏലിയാവിന് അതേ തന്റെ ഇടത്തോടെ തന്നെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. നീ കിഴക്കോട്ട് ചെന്ന് കിരീത്ത് തോടിനരികെയുള്ള ചുരച്ചെടിയുടെ തണലിൽ ഒളിച്ചിരിക്കെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ അവിടെ ഇരുന്നോണ്ട് എന്തൊക്കെ കാണുമെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഏലിയാവിനെ എഴുതിയിട്ടില്ല അവിടെ, എന്നാലും നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത് 2-3 കാര്യങ്ങൾ ഏലിയാവ് കാണും. ഒന്നാമതായി ഏലിയാവ് കാണുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഏതാണ്ട് കാലത്ത് തന്നെ ആയിരിക്കും ചെന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം വേദപുസ്തകത്തിനകത്ത് ദൈവത്തെ അനുസരിക്കാൻ മനസ്സുള്ളവനൊക്കെ അധികാലത്തെ നടപ്പാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വൈകുന്നേരം വെച്ച് ആലോചിച്ച് പീട്ടി പിന്നെ വേണോ വേണ്ടോ എന്ന് വെച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ ചെയ്യുന്ന പരിപാടിയല്ല ദൈവത്തെ അനുസരിക്കുന്നവരുടെ. ദൈവത്തെ യഥാർത്ഥമായി അനുസരിക്കുന്നവർ തൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ കാണിക്കാൻ പോകുന്ന മലയിൽ മോര്യാദേശത്ത് കൊണ്ടുപോയി യാഗം കഴിക്കുന്ന കർത്താവ് പറഞ്ഞാൽ ആ പ്രൈസ് ഗോഡ് അന്ന് വൈകുന്നേരം വരെ വെച്ച് വില പറയത്തില്ല. അതിരാവിലെ എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഴുന്നേറ്റ് നാളെ തന്നെ ശുദ്ധീകരിക്കാൻ പറഞ്ഞാൽ യോശുവ അതികാലത്തെ എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാം നോക്കിക്കോ, ദൈവത്തെ അനുസരിക്കേണ്ടവൻ അതികാലത്തെ. പ്രൈസ് ഗോഡ്, ആമേൻ. നേരം അങ്ങോട്ട് വെളുക്കട്ടെ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് എനിക്ക് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ആമേൻ. അപ്പോൾ ദൈവത്തെ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ച് ഏലിയാവ് മിക്കവാറും ആമേൻ ഉച്ചയ്ക്ക് മുമ്പായിരിക്കും ദൈവത്തിന്റെ സ്തോത്രം ചെന്ന് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതങ്ങോട്ട് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നീ കിഴക്കോട്ട് ചെന്ന്. വാക്യം വായിച്ച് 17-ാം അധ്യായം. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. എത്രാമത്തെ വാക്യമാ? 2-3 വാക്യങ്ങൾ. പിന്നെ നീ കിഴക്കോട്ട് ചെന്ന് പ്രൈസ് ഗോഡ് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. അടുത്ത വാക്യം, തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. തോട്ടിൽ നിന്ന് കുടിച്ചോണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കുടിക്കാനുള്ളത് തോട്ടിലുണ്ട്, കഴിക്കാനുള്ളത് കാക്കയുടെ കയ്യിലുണ്ടാവും. അങ്ങനെ അവൻ പോയി. അവിടാണ് അനുഗ്രഹത്തിന്റെ തുടക്കം. ഇന്ന് രാത്രി ദൈവവചനം നിഷ്കർഷിക്കുന്നത്, അനുസരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഹഗായിയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ചെയ്യും. എത്ര പേർക്ക് ഇന്ന് തൊട്ട് എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ വാതിൽ, ആകാശത്തിലെ കിളിവാതിൽ തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്? അവർക്കൊരു സ്തോത്രം പറയാം. അങ്ങനെ ബാക്കിയൊക്കെ കേട്ടോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പോയി ഒളിച്ചിരിക്കാം. കെരീത്ത് തോട്ടിൽ നിന്ന് കുടിച്ചോണം. നിനക്ക് തരാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം, അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് അനുഗ്രഹത്തിൻ്റെ, ദൈവത്തിൻ്റെ കരുതലിൻ്റെ, ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ പ്രാപിക്കുവാൻ ചെയ്യേണ്ട കൊച്ചു കാര്യം. ഒബീഡിയൻസ്. ഹല്ലേലൂയ. ഒരു ദൈവശാസ്ത്രം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഒബീഡിയൻസ് ഇസ് ദ കണ്ടിൻജന്റ് ഓഫ് ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം അനുസരണമാണ്. അങ്ങനെ അവൻ പോയി. അടുത്തത്, അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. എന്നിട്ട്
കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും. അവൻ പ്രൈസ് ഗോഡ്. അപ്പൊ ആദ്യം ഏലിയാവ് കണ്ടത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അന്ന് രാത്രി പുള്ളി ഉപവാസമായിരുന്നു. മനസ്സിലായോ? ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് കെരീത്ത് തോട്ടിലേക്ക് പോയി അവിടെ ഇരുന്നു. അന്ന് രാത്രി പുള്ളി തോട്ടിലെ വെള്ളം കുടിച്ച് ഉപവസിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച ദിവസം ആ ഒരൊറ്റ നേരമല്ലാതെ പിന്നെ ഏലിയാവിന് ഉപവസിക്കേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. വായിച്ചറിയാം, രാവിലെ അപ്പവും രാവിലെ ദാണ്ട് ദൈവത്തിന് സ്തോത്രം, കാക്ക അപ്പവും ഇറച്ചിയും. പിന്നെ വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും. വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഏലിയാവ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കിഴക്കോട്ട് ചെന്നപ്പോൾ ആദ്യം കണ്ടത് അവൻ തെളിനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കെരീത്ത് തോട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഉണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവിടെ ചെന്ന് പറഞ്ഞ സ്ഥാനത്തിരുന്നു. രണ്ടാമത് ഏലിയാവ് കണ്ടത് എന്നാണെന്നറിയാമോ? ഒരു ശൂന്യമായ രാത്രി, പട്ടിണിയുടെ ഒരു രാത്രി, വിശപ്പിൻ്റെ ഒരു രാത്രി. പ്രൈസ് ഗോഡ്. ആവശ്യങ്ങൾ ഒന്നും നടക്കാതെ വന്ന ഒരു രാത്രി. പ്രൈസ് ഗോഡ്. ഏലിയാവേ, 12 മണിക്കൂർ നിനക്ക് കാത്തിരിക്കാമോ? ആമേൻ. അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം അയച്ച കാക്ക നിന്റെ അടുത്തേക്ക് പറന്നു വരുന്നത് നീ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണാൻ കഴിയും. മാത്രമല്ല, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കാക്കകളെന്നല്ല എഴുതിയിരിക്കുന്നത്, കാക്ക എന്നാണ്. രാവിലെ കാക്ക കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും. രാവിലെ അപ്പവും ഇറച്ചിയും. പ്രൈസ് ഗോഡ്. കാക്കയ്ക്ക് ഒരു ചുണ്ടേ ഉള്ളൂ, 2 കൈയില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. രാവിലെ കാക്ക ദൈവത്തിന്റെ സ്തോത്രം ആദ്യത്തെ ട്രിപ്പ് അടിക്കുന്ന എങ്ങോട്ടാന്ന് അറിയാമോ? ഏലിയാവിന്റെ തോട്ടിനരികിലേക്കാണ്. ലോഡ് ചെയ്യുന്ന എന്തെന്നറിയാമോ? അപ്പവുമായിട്ട് പോകും. പ്രൈസ് ഗോഡ്. ആ ട്രിപ്പ് കഴിഞ്ഞാൽ കാക്ക വീണ്ടും തിരിച്ചു പോകും. എന്തിനെന്നറിയാമോ? ഇറച്ചി കൊണ്ടുവരാൻ. പ്രൈസ് ഗോഡ്. ദിവസം 2 പ്രാവശ്യം 4 പ്രൈസ് ഗോഡ് ട്രിപ്പായിട്ട് കാക്ക വരികയും പോവുകയും ചെയ്യുന്നത് അന്ന് പിറ്റേന്ന് ഏലിയാവ് കണ്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒളിച്ചിരിക്കുന്ന ദൈവ പൈതലെ, ട്രിപ്പായിട്ട്, ഒരു ട്രിപ്പല്ല, 2 ട്രിപ്പല്ല, 3 ട്രിപ്പല്ല, 4 ട്രിപ്പായിട്ട് നിന്റെ അടുക്കലേക്ക് നിന്റെ ആവശ്യത്തിനനുസരിച്ച് നിന്റെ വിശപ്പിനനുസരിച്ച് അപ്പവും ഇറച്ചിയും കൊണ്ടുതരാൻ കഴിയുള്ള ഏലിയാവിന്റെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് നിന്റെ ആവശ്യത്തിന് എത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ വ്യാപരിക്കട്ടെ. എന്റെ ദൈവത്തിന്റെ കൃപ, യേശുവിന്റെ കൃപ, ഏലിയാവിന്റെ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യും. നീ വിശന്നിരിക്കാൻ സമ്മതിക്കാതെ കണ്ട്, ദാഹിച്ചിരിക്കാൻ സമ്മതിക്കാതെ കണ്ട് നിനക്ക് തന്ന ആലോചന നിവർത്തിക്കുന്ന ദൈവമുണ്ട്. തോട്ടിൽ നിന്ന് കുടിച്ചോണം, തോട്ടിൽ നിന്ന് കുടിച്ചോണം, തോട്ടിൽ നിന്ന് കുടിച്ചോണം. ഹല്ലേലൂയ. വിശപ്പിന്, ദാഹത്തിന് കുടിച്ചോണം. വിശപ്പിന് കാക്ക വരുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ അയക്കുന്നുണ്ട്. ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം കൽപ്പിക്കട്ടെ, എന്റെ യേശു കൽപ്പിക്കട്ടെ. ചില നിനക്ക് പ്രതീക്ഷിക്കാത്ത ചില വിധത്തിലുള്ള വ്യക്തികളോട്, ചില മൃഗങ്ങളോട്, ചില പക്ഷികളോട് കൽപ്പിക്കാൻ കഴിവുള്ള എന്റെ യേശു ഇന്ന് രാത്രി നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം നിന്റെ അടുക്കൽ വരുവാൻ, നിന്റെ കയ്യിലേക്ക് കൊണ്ടുതരുവാൻ കൽപ്പിക്കുന്നൊരു രാത്രിയായിരുന്നെങ്കിൽ, ഏലിയാവിന് വേണ്ടി കൽപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ ശബ്ദം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മുഴങ്ങണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവിനോട് പറ, എന്നോട് ചേർന്ന് പറ, കർത്താവേ, ഏലിയാവിന്റെ ദൈവമേ, എനിക്ക് വേണ്ടി ഞാൻ ഇരിക്കുന്നിടത്ത് നീ കരം നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ആമേൻ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എവിടെ ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാ മനസ്സിൽ കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ എന്തെന്നറിയാമോ? ഞാനിപ്പോൾ ഇരിക്കുന്ന ഏജ ഹോളില്ല. ഇവിടെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന്
ഞാനിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ആവശ്യത്തിനെ കൊണ്ടുവരുമെന്ന് അരുളിച്ചതൊരു ദൈവമുണ്ടെങ്കിൽ ഞാനിരിക്കുന്നത് AJ ഹോളിലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ വീട്ടിലെ പ്രശ്നമല്ല, നാട്ടിലെ പ്രശ്നം, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ പ്രശ്നത്തിന് മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഉണ്ടാക്കാൻ കഴിവുണ്ട് ദൈവമുണ്ടെന്ന് എനിക്കറിയാം. കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. മനസ്സുള്ളൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. മനസ്സലിയുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി പറ, കർത്താവേ, ആ ദൈവം എനിക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ നാളുകളിൽ ചില പ്രതികൂലങ്ങളുമായി, ചില വിഷയങ്ങളുമായി ദൈവം പ്രവർത്തിക്കണമേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെയും ഇവിടെ വന്നിരുന്നിട്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവവചനം കേട്ട ആ ദിവസം തന്നെ, ഞാൻ ഹാളിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇത്രയും പേരുടെ കരം വെളിവാക്കുന്നത്, നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഇത്രയും പേരുടെ കൈ സാക്ഷ്യമായി പറയുന്നത്, ഈ ഹാളിൽ ഇരുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ വിഷയത്തിന് പരിഹാരവുമായി മടങ്ങിപ്പോയെങ്കിൽ ബാക്കിയുള്ളവരുടെ കൈയും ഉയരത്തക്കവണ്ണം, നിന്റെ കൈയും ഉയർത്തത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഷോർട്ട് ഹാൻഡ് അല്ല, ഫുൾ ഹാൻഡ്. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടുപ്പില്ല ഖദുരക ജഗനാരകദക ചന്ദര ബൗഡക രകദക ജഗര ശംബര ബൗഡ. ആമേൻ. ദൈവം വല്ലതും തന്നു കഴിഞ്ഞാൽ കരം നീട്ടി മേടിക്കാനുള്ള പ്രൈസ് ഗോഡ് ഒരു മനസ്ഥിതി കൂടെ നമുക്കുണ്ടാകണം. അത് മര്യാദയ്ക്ക് മേടിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ദൈവത്തിന് തരാൻ മനസ്സുണ്ട്, പക്ഷെ നമുക്ക് മര്യാദയ്ക്ക് മേടിക്കാൻ മനസ്സില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പണ്ട് ഈ ഇതുപോലെയുള്ള റിച്ച് ആയിട്ടുള്ള കാലഘട്ടമല്ലായിരുന്നു. വളരെ പാവപ്പെട്ടവർ, പല കാര്യത്തിനും മുതലുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആളുകളുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള സമയത്ത് കഞ്ഞി കൊടുക്കും ആളുകൾക്ക്, മോരും വെള്ളം കൊടുക്കും, പിന്നെ പല സാധനങ്ങളാണ് കൊടുക്കുന്ന കൂട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഒരാൾ തീരുമാനിച്ചു നാട്ടിലുള്ളവർ മുഴുവൻ എണ്ണയിട്ട് കുളിക്കട്ടെ, എല്ലാവർക്കും തലയിൽ തേക്കാൻ എണ്ണ കൊടുക്കാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൈ നീട്ടിയാൽ കൈ നിറച്ച് കൊടുക്കുന്നത് മേടിച്ച് തലയിലിട്ട് എല്ലാവരും പോവുക. ഒരുത്തനെന്ത് ചെയ്യുന്നറിയാമോ? എണ്ണ കൊടുക്കുന്ന ജനലിൻ്റെ ഉള്ളിൽ കൂടെ 2 കമ്പിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ഒരു കൈ ഈ ഉള്ളിൽ കൂടെ ഒരു ദിവസം ഇട്ടിട്ട് കൈ നീട്ടി. ഇവന് ഒഴിച്ചും കൊടുത്തു. കയ്യിൽ നിന്ന് എണ്ണ നിറഞ്ഞപ്പോൾ ഇവന് മനസ്സിലായത് ഇത് ഉപയോഗിക്കാൻ പറ്റുകയില്ലെന്ന്. നീട്ടുന്നത് മര്യാദക്കാണെങ്കിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം കിട്ടും. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നിന്റെ കണ്ണും നിന്റെ ദൃഷ്ടിയും നീട്ടേണ്ട പോലെ നീട്ടിയിട്ട് പറ, കർത്താവേ, നിറയ്ക്കണമേ, 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 നിറയ്ക്കണമേ. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, ഭാരങ്ങൾ അറിഞ്ഞ്, ആവശ്യങ്ങൾ അറിഞ്ഞ് നിറയ്ക്കാൻ കഴിവുള്ള, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. ഇന്ന് രാത്രി പറ, കർത്താവേ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആകാശത്തിലെ കിളിവാതിൽ തുറക്കും. നീ ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ ആകാശത്തിലെ കിളിവാതിൽ തുറക്കും. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ ഇഷ്ടം മാറ്റിവെക്കണം, എൻ്റെ സ്വഭാവം മാറ്റിവെക്കണം, എൻ്റെ കണക്കുകൂട്ടൽ മാറ്റിവെക്കണം, ദൈവത്തിൻ്റെ കണക്കുകൂട്ടലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ ബുദ്ധി നല്ലതാ, ഭയങ്കര നല്ല ബുദ്ധിയാണ്, സമ്മതിച്ചു. നീ പറയുന്നത് സത്യമാണ്, അതും സമ്മതിച്ചു. പക്ഷേ കല്ല് നീക്കാൻ പറയുമ്പോൾ ബുദ്ധി പറയും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മണം വെളിയിൽ വരുമെന്ന്. എന്നാൽ വിശ്വാസം പറയണം, ഈ ലാസർ വെളിയിൽ വരുമെന്ന്. മനസ്സിലായോ? നമ്മുടെ ബുദ്ധി പറയുന്നതിനെ കേൾക്കാൻ പോകല്ലേ. വിശ്വാസം എന്ത് പറയുന്നു? ദൈവത്തിന്റെ സ്തോത്രം. മലാക്കി പറഞ്ഞു, എന്ന്
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തു അരുളി ചെയ്തത്? സകല ജാതികളും നിന്നെ ഭാഗ്യവാന്മാർ എന്ന് പറയും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭാഗം പിന്നെ എടുത്തു കാണിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് വ്യക്തമായി പറയുന്നു, സകല ജാതികളും നിന്നെ ഭാഗ്യവാൻ എന്ന് പറയും, സകല ജാതികളും നിന്നെ ഭാഗ്യവതി എന്ന് പറയും. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞാൻ നിങ്ങളോട് കാര്യം ചെയ്യട്ടെ, എനിക്ക് വേണ്ടി ദൈവം നീതി നിവർത്തിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എന്നാൽ ദൈവാത്മാവ് എന്നോട് ഇപ്പം പറഞ്ഞു, അത് ദൈവത്തിൻ്റെ നീതിയാണ്. നീ ഭാഗ്യവാൻ എന്ന് പറയും, നീ ഭാഗ്യവതി എന്ന് പറയും. ദൈവകരം അനുഗ്രഹമായി ചലിക്കുമ്പോൾ, ആകാശത്തിലെ കിളിവാതിൽ തുറക്കുമ്പോൾ ദൈവം നിന്നോട് അരുളി ചെയ്തത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്തത് is going to fulfill as it is. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനത്തിന് തടസ്സമായി നിന്ന് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ജീവന ജലപര ഹദ്ദുല വൗഡേ ശകതക ജഗര. ഞങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നതിന്, ഭാഗ്യവതികൾ എന്ന് പറയുന്നതിന് തടസ്സമായി നിന്നുകൊണ്ട് അവകാശം പറയുന്ന എല്ലാ ദുഷ്ട പിശാചിന്റെ ശക്തികളുടെ മേലും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, ആകാശത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് അല്പസമയം ആരാധിച്ചാട്ടെ. യെസ് ദുർബല ഹദ്ദുല ജബനക രഗത ക്ഷന്തല അട്ടുല ജബനെ രഗതക ജഗര ക്ഷന്തൽ ഖൗഡേ. ആമേൻ. അപ്പം നിന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി ആകാശത്തിലെ കിളിവാതിൽ തുറക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവ് ആദ്യം കണ്ടതൊരു ശൂന്യതയായിരുന്നു, പക്ഷെ പിന്നെ കണ്ടതോ, ആമേൻ, ഒരു കൃത്യസമയമാകുമ്പോൾ കാക്ക വരും. ഹല്ലേലൂയ. രണ്ടാമത് കണ്ടത് കുറെ കഴിഞ്ഞ ശേഷം, മൂന്നാമത് കണ്ടത് കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. പിന്നെ ഏലിയാവ് കണ്ടതെന്നറിയാമോ? എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് കണ്ടത് തോട്ടിലെ വെള്ളം കുറഞ്ഞു വരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏലിയാവിന് സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും? നിങ്ങൾ പറ. തോട്ടിലെ വെള്ളം കുറഞ്ഞു വരുന്നു, സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിച്ച് അതുപോലെ നടക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം അനുഭവിച്ചിട്ടുള്ള എനിക്ക് പറയാൻ സാധിക്കും, ഏലിയാവ് വെള്ളം കുറയുന്തോറും സ്വോത്രം എന്ന് പറഞ്ഞു. കാരണം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വെള്ളം കുറയുന്നതിൻ്റെ ലക്ഷണം എന്നാണെന്നറിയാമോ? ഏലിയാവ് ഇരിക്കുന്നിടത്ത് മഴ പെയ്യുന്നില്ലെന്നല്ല ലക്ഷണം. ഈ ദേശത്ത് എങ്ങും മഴയില്ല. എന്തുകൊണ്ട് മഴയില്ല? ആമേൻ. ആകാശം അടച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയ ദിവസം തൊട്ട് മഴ പെയ്തിട്ടില്ല. ഇസ്രായേലിലെങ്ങും മഴ പെയ്തിട്ടില്ല. തെളിവ് മുമ്പിൽ കൂടെ ഉണ്ട്. തോട് വറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാടിന്റെ പ്രൂഫ് നിന്റെ മുമ്പിൽ കൂടെ അല്പാൽപമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഇഞ്ചിഞ്ചായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തോട്ടിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തോട്ടിലെ വെള്ളം വറ്റിയതിൽ കരയാനല്ല, കുറഞ്ഞുകൊള്ളതിൽ വിലപിക്കാനല്ല, എൻ്റെ ദൈവം അരുളി ചെയ്തത് തന്നെ. ആഹാബിനോട് എന്താ പറഞ്ഞറിയാമോ? ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അല്ലേ? വായിച്ചു നോക്കി, ഒന്നാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. പ്രൈസ് ഗോഡ്. ഇത് പറഞ്ഞിട്ടൊരൊറ്റ ഓട്ടം ഓടിയാണ് കെരീത്തോട്ടിലേക്ക്. കെരീത്ത് തോട്ടിൻ്റെ അവിടെ ഇരിക്കുമ്പം തോട് കവിഞ്ഞ് പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏലിയാവിനൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് മഴ പെയ്യുന്നില്ലെങ്കിലും എങ്ങാണ്ടൊക്കെ പെയ്യുന്നുണ്ട്. തോട്ടിൽ കൂടെ ഒഴുകുന്ന കലങ്ങിയ വെള്ളം, നമ്മൾ വർദ്ധിച്ചു കിടന്ന വെള്ളം, അതിന് പ്രൂഫായിട്ട് മുമ്പിലുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഏലിയാവ് ഇരിക്കുന്നിടത്ത് മഴയില്ലെന്ന് മാത്രമല്ല, കെരീത്ത് തോട് വറ്റിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ നാട്ടിൽ, പലസ്തീൻ നാട്ടിൽ വടക്ക് നിന്ന് തെക്കോട്ട് അങ്ങറ്റം വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന
യോർദാൻ നദിയിലെ അവൻ ചേർന്ന് കിടക്കുന്ന കീശോൻ തോട് വറ്റുമ്പോൾ ഏലിയാവിനൊരു കാര്യം പറയാ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞ വചനം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞത് നിറവേറ്റിയെടുക്കുവാൻ, നീ പറഞ്ഞത് നിറവേറിയെടുക്കുവാൻ നിന്റെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇല്ലായ്മയുടെ മുമ്പിൽ കരമുയർത്തി പറയും, എന്റെ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി സ്തുതിച്ചാരാധിക്ക്. നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി, ഇല്ലായ്മയിൽ വെളിപ്പെടുന്ന പ്രവൃത്തി, അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ പിന്നിൽ നിനക്ക് പ്രശ്നമില്ല. അടബല ഹദുര ജമനഗരഗത ചന്ദ്ര കൗടെ യേശുവിന്റെ നാമത്തിൽ തോട് വറ്റിക്കോട്ടെ, നീ പേടിക്കണ്ട. കരീത്ത് തോട് വറ്റിക്കോട്ടെ, നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി സെരഫാത്ത് ഒരുക്കി കഴിഞ്ഞു. ഉടബര ഹദുര ജമനഗരഗത ചന്ദ്ര ഹോട്ടൽ കൗടെ അല്ലേ? തോട് വറ്റിയാലും കാക്കയുടെ വരവ് നിലച്ചാലും ഏലിയാവിന് പേടിയില്ല. കാരണം ആമേൻ, എൻ്റെ ദൈവം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എന്നോട് പറയും. ഞാൻ കരുത്തോട്ടിൽ ഒളിച്ചിരിക്കുക, ആരും എന്നോട് ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ ഇരിക്കുന്ന സ്ഥലം നന്നായി അറിയുന്ന, നിന്റെ അവസ്ഥ നന്നായി അറിയുന്ന, നീ കടന്നു പോകുന്ന വിഷയങ്ങൾ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിന്റെ മുമ്പിലെ തോട് വറ്റിയത് അറിഞ്ഞൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? കാക്കയുടെ വരവ് നിലച്ചതെന്ന് അറിഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? മുഴുവൻ വായിച്ച അപ്പോൾ അവന് എന്നാൽ ദേശത്ത് മഴയില്ലായികയാൽ, ആ വാക്യം വായിച്ച വാക്യം, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അടുത്ത വാക്യം, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം ഇടപെടുന്നു. അവൻ തോട് വറ്റിക്കഴിയുമ്പോൾ മിണ്ടാതിരുന്ന് ഇനി ബാക്കി നീ നോക്കിക്കോടാന്ന് പറയുന്ന ദൈവമല്ല. നിനക്ക് വേണ്ടി അടുത്ത സ്റ്റെപ്പ്, അടുത്ത വാതില്, അടുത്ത വഴി തുറന്ന് തന്ന് നിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചമായ അനുഭവത്തിലേക്ക്, കഴിഞ്ഞ നാളുകളെക്കാൾ മെച്ചമായ ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ആക്കുന്ന ദൈവകൃപയുണ്ടെന്ന് ഏലിയാവിന്റെ ദൈവത്തെ സ്തുതിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കാൻ സാധിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആ അരുളപ്പാട് എന്തുവായിരുന്നു നോക്കി? നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ, മതി. കെരീത്തിലെ താമസവും സെറഫാത്തിലെ താമസവും എന്നുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? കെരീത്തിൽ താമസിക്കുമ്പോൾ ഇതിന് മഴയില്ല, അതുകൊണ്ട് ചോരത്തില്ല, നനയത്തില്ല. പക്ഷെ വെയിൽ കൊള്ളണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ എവിടെ കിടക്കണം? മണ്ണി കിടക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ മണ്ണിൽ കിടന്ന് വെയിലും കൊണ്ട് കാക്ക കൊടുക്കുന്നത് തിന്ന് തോട്ടിലെ വെള്ളവും കുടിച്ചു കിടന്ന ഏലിയാവിന്, പ്രൈസ് ഗോഡ്, തോട് വറ്റിയെന്ന് കണ്ടപ്പോൾ ദൈവം കൊടുത്ത വഴി, ആമേൻ, പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഉന്നതമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഏലിയാവെ, നീ ഇനി പറമ്പിൽ കിടക്കണ്ട, നിനക്ക് വിധവയുടെ വീട് ഒരുക്കിയിട്ടുണ്ട്. നീ ഇനി നിലത്ത് കിടക്കണ്ട, അവിടെ ഒരു കട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇനി മുകളിലോട്ട് നോക്കി കാത്തിരിക്കണ്ട. പ്രൈസ് ഗോഡ്. ദോശ ചുടുന്ന വെച്ചാൽ ശേ എന്ന് അടുക്കളയിൽ നിന്ന് കേൾക്കാം. ഈ ദോശ ചുടുമ്പോൾ ഒച്ചയുണ്ട്, അത് അടുക്കളയിൽ നിന്ന് കേൾക്കാം. നീ ചുമ്മാ കണ്ണടച്ച് കട്ടിലേക്ക് കിടന്നാൽ മതി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേൾക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ അത് തിന്നിട്ട് കണ്ണടച്ച് കിടന്നേച്ചാൽ മതി, ഉച്ചയാകുമ്പോൾ അടുത്ത ഭക്ഷണം ഉണ്ടാക്കുന്നത് കേൾക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെയും കണ്ണടച്ച് കിടന്നാൽ മതി, അത്താഴം ഒരുക്കുന്നതും കേൾക്കാം. നിന്റെ ചെവിയിൽ വെറുതെയാണോ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറയത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്? നീ കാണത്തക്കവണ്ണമല്ല, കേൾക്കത്തക്കവണ്ണമല്ല, നീ അനുഭവിച്ചറിയത്തക്കവണ്ണം നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളെക്കാൾ മെച്ചമായത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ കഴിഞ്ഞ കാലിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് ദൈവപ്രവൃത്തി എന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാൻ അനുഭവമുള്ളവർക്ക് സാധിക്കുമെങ്കിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആമേൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 43 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് കർത്താവ് പറഞ്ഞതാണ് എൻ്റെ സത്യം.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പച്ചവെള്ളം എടുത്ത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിരുന്നുവാഴിയുടെ അടുക്കിലേക്ക് ബാല്യക്കാർ കോരി കൊണ്ടുപോയി കൊടുത്തപ്പം വിരുന്നുവാഴി അതെടുത്ത് ഇച്ചിരി കയ്യിലൊഴിച്ച് രുചിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഫസ്റ്റായിട്ട് ഇത് ഫസ്റ്റ് ക്ലാസ്. എന്നിട്ട് പറഞ്ഞു, ഇത്രയും നല്ലത് എവിടെ വച്ചിരുന്നു? ഇന്ന് രാത്രി ഹല്ലേലൂയ ഇങ്ങനെ ചോദിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ പ്രവൃത്തി, കാനാവിലെ കല്യാണത്തിൽ വെളിപ്പെട്ട പ്രവൃത്തി എനിക്ക് നിനക്കും വേണ്ടി വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് സ്തോത്രം ചെയ്യാം. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കടന്നു പോന്നതിനേക്കാൾ ബെറ്ററായിട്ടുള്ള സ്റ്റെപ്പുകളിലേക്കാണ് പിന്നെ കയറിയിട്ടുള്ളത്. ഇത്രയും 43 വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളോട് ഞാൻ സത്യം പറയാം, ദൈവവചനത്തിൻ്റെ ആധികാരികത എന്ന് പറയാം, അനുഭവത്തിൽ നിന്ന് പറയാം, ഇതുവരെ നടന്ന സ്റ്റെപ്പിനേക്കാൾ ഒരു പടി കൂടെ ബെറ്ററായിട്ടൊരു സ്റ്റെപ്പിലേക്ക് ഈ ദൈവത്തിന് നടത്താൻ കഴിയും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി കാണും. മാർത്തയെ മാർത്തയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാം ഒന്ന് എടുത്ത് നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ പുറകോട്ട് എടുത്ത് നോക്കിക്കോ, വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി കാത്തു നിന്നവൻ്റെ എല്ലാം സംഭവം എടുത്ത് നോക്കിക്കോ. ഞാൻ വേണമെങ്കിൽ ഒരൊറ്റ മനസ്സിലാൻ വേണ്ടി പറയാം കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിലേക്ക് വന്ന് നടരാജൻ സർവീസ് നടന്നവൻ സൈക്കിൾ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം സൈക്കിൾ വിറ്റിട്ട് എന്ത് ചെയ്തു? ബൈക്ക് മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈക്ക് വിറ്റിട്ട് എന്ത് ചെയ്തു? കാറ് മേടിച്ചു. കയറ്റമാണോ? ഇത് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ച് അറിഞ്ഞവർക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എല്ലാ കാര്യത്തിലും മെച്ചത്തിൽ നിന്ന് മെച്ചത്തിലേക്ക് നടത്തിയ ഒരു ദൈവകൃപ എനിക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ചെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാടക വീട്ടിൽ തുച്ഛമായ പരിമിതിയിൽ താമസിച്ചിരുന്ന സ്ഥാനത്ത് ദൈവം എന്ത് ചെയ്തു? അതിനേക്കാൾ ബെറ്ററായിട്ടുള്ളൊരു അക്കോമഡേഷൻ തന്നു സ്വന്തമായിട്ട്. അല്ലേ? എന്നെ വേണ്ടാത്ത തന്ന് കിട്ടിയെങ്കിൽ ഒരു തോത്തം പറയപ്പാ. തന്നു. ആര് തന്നു? ദൈവം തന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2014 പണിത വീട് 2016 ആയപ്പോൾ അച്ചായൻ വേണ്ട ഒരു ബെഡ്റൂമും കൂടെ കൂട്ടുന്നു. പ്രൈസ് ഗോഡ്. 2017 ആയപ്പോൾ ഒരു നിലയും കൂടെ പണിയുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. നീ അനേകർ പണം കെട്ടി വച്ചിട്ട് പണി തുടങ്ങിയിട്ട് മുഴുമിക്കാതെ കിടക്കുമ്പോഴാണ് ഒറ്റ കാശും കയ്യിലില്ലാതെ നീ തുടങ്ങി, നീ അവസാനിപ്പിച്ചു, അതിൻ്റെ നന്മ കണ്ട് നീ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ദൈവപ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാനിടയായാൽ ഇനിയും വഴി തുറക്കുന്ന, വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്ക്. കഴിഞ്ഞ നാളുകളിൽ ദൈവപ്രവൃത്തി കണ്ട് എനിക്ക് വേണ്ടി വഴി തുറക്കും, വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ് അവനെ എത്ര പേർക്ക് ആരാധിക്കാൻ സാധിക്കും? എനിക്ക് എത്ര പാടിയാലും മതിയാകാത്തൊരു പാട്ടുണ്ട്. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും യേശുവിന്റെ നാമത്തിൽ ചില പുതുവഴികൾ തുറക്കട്ടെ. പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കുപറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം
മാറിയിടുമേ. വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും. വചനമയച്ചു പിടിപ്പിക്കുന്ന ദൈവം നിനക്ക് നല്ല ഓഹരി. ഓഹരി കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. രാത്രി എനിക്ക് വേണ്ടി എൻ്റെ കഷ്ടങ്ങളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട്, വഴി ഒരുക്കിക്കൊണ്ട്, വാതിലുകൾ പലതടഞ്ഞാലും പുതുവഴി തുറന്നുകൊണ്ട്, എൻ്റെ ഭാരങ്ങൾ തളർന്ന അനുഭവത്തിൽ, രോഗങ്ങളിൽ വലഞ്ഞ അനുഭവത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചൊരു സ്തുതി ആരാധിക്കാമോ? എലിയാവിന്റെ ദൈവം നിന്റെ ദൈവം, എലിയാവിന്റെ ദൈവം നിന്റെ ദൈവം, എലിയാവിന്റെ ദൈവം എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പഴയതിനേക്കാൾ മെച്ചമായിട്ടാണ് പിന്നത്തേതിൽ നടത്തിയത്. അതാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, നിങ്ങളുടെ എല്ലാ അനുഭവത്തിൽ പറയാൻ സാധിക്കുമായിരിക്കും. അപ്പം ദൈവം സകല ജാതികളും നിന്നെ ഭാഗ്യവാൻ, ഭാഗ്യവതി, ഭാഗ്യവാന്മാർ എന്ന് പറയുവാൻ ആദ്യം ചെയ്യുന്നൊരു പരിപാടി ആകാശത്തിലെ കിളിവാതിൽ തുറക്കും. പ്രൈസ് ഗോഡ്. അടുത്തത് മലാക്കി. സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? രണ്ടാമത് ചെയ്യുന്ന പരിപാടി നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ചില അനുഗ്രഹങ്ങൾ പകരണമേ. In the name of Jesus, in the name of Jesus, there shall be showers of blessing എന്ന് വിശ്വാസ കണ്ണുകൊണ്ട് പാടിയതിൻ്റെ അനുഭവം ഇന്ന് കിട്ടിയെങ്കിൽ ഞാൻ ആലോചിക്കുക. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ. ഞാൻ എന്ത് ചെയ്യും? സ്ഥലം പോരാതെ വരുവോളം നിന്നെ അനുഗ്രഹം പകരുകയില്ല. അനുഗ്രഹം പകരും. എങ്ങനെ? സ്ഥലം പോരാതെ വരുവോളം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അനുഗ്രഹം മേടിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥലം വിശാലമാക്കിക്കോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വിശാലത ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ ജീവിതത്തിൽ ചില വിശാലതകൾ കാണുന്നു. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഞെരുക്കങ്ങൾ മാറ്റി, ഇടുക്കങ്ങൾ മാറ്റി, ഒരു വിശാലത നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മെയ് മാസം 2015 മെയ് മാസം 26-ാം തീയതി ഈ 8:15 മണി കഴിഞ്ഞ സമയത്ത്, 8:30 സമയത്ത് സ്വർഗത്തിന്റെ ദൈവം ഇന്ന് രാത്രി അരുളി ചെയ്യുന്നു, നിനക്ക് വേണ്ടി ഒരു വിശാലത ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശാലത ഒരുക്കിയിട്ടുണ്ട്. വിശാലത ഒരുക്കിയിട്ടുണ്ട്. ഞെരുക്കം മാറുന്നൊരു അനുഭവമുണ്ട്. ഇടുക്കം മാറുന്നൊരു അനുഭവമുണ്ട്. വിശാലമായ ഒന്ന് ദൈവം ഒരുക്കിയെന്ന് കണ്ണുകൊണ്ട് കണ്ട് സാക്ഷി പറയത്തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. Let the doors be open. Let the ways be open in the name of Jesus. Amen. Hallelujah. സ്ഥലം പോരാതെ വരുവോളം. ആമേൻ. നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. രണ്ടാമത്തെ പരിപാടി അനുഗ്രഹം പകരും. ഒന്നാമത്തെ പരിപാടി കിളിവാതിൽ തുറക്കും. രണ്ടാമത്തെ പരിപാടി അനുഗ്രഹം പകരും. പ്രൈസ് ഗോഡ്.
നിങ്ങൾ മനോഹര ദേശമെന്നും ഭാഗ്യവാന്മാരെന്നും പറയുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇത് കേട്ടോ. അടുത്തത്, എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. മൂന്നാമത് ചെയ്യുന്ന പരിപാടി വെട്ടുക്കിളിയെ ശാസിക്കും. പ്രൈസ് ഗോഡ്. വെട്ടുക്കിളി വന്നാൽ ചെയ്യുന്ന പരിപാടി എന്നറിയാമോ? ഒരു പച്ച നിറം പോലും കാണാതെ കണ്ട് ഇലയും വേരും കൊമ്പും മൊത്തം നശിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ നശിപ്പിക്കും. അടുത്ത വാക്യം വായിച്ച്. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. വെട്ടുക്കിളിയെ ശാസിച്ചെന്ന് അറിയുന്ന എങ്ങനെയെന്നറിയാമോ? മൂന്നാമത് പറയുന്നു ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. ഇത് അറിയുന്ന എങ്ങനെയാണെന്നറിയാമോ? അനുഭവം പോകുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ ചോർന്നു പോയതിനെ അടയ്ക്കാൻ തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കുന്ന ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ കൈകളുടെ ചില പ്രയത്നങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ വെട്ടുക്കിളിയുടെ അനുഭവങ്ങളെ ഇന്ന് രാത്രി ശാസിക്കണമേ. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിൽ പ്രയത്നഫലങ്ങളെ ശാശ്വതമായി കിട്ടേണ്ട നന്മകളെ തകർത്ത് കളഞ്ഞ വെട്ടുക്കിളിയുടെ അനുഭവങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു അറുതി വരത്തക്കവണ്ണം നീ ശാസിക്കണമേ. പ്രൈസ് ഗോഡ്. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. പ്രൈസ് ഗോഡ്. ഈ വെട്ടുക്കിളി കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒറ്റ ദിവസം കൊണ്ടാണ്. അധികം സമയം എടുക്കത്തില്ല. ഇതിങ്ങ് കൂട്ടത്തോടെ വന്ന് ഇരുന്ന് പറന്നങ്ങോട്ട് പോകുമ്പോൾ പച്ചയൊന്നും കാണത്തില്ല. നാളുകളായി വളർത്തിക്കൊണ്ടുവന്ന ആമേൻ ഹല്ലേലൂയ ചോളവും യവവും ഗോതമ്പും എല്ലാം സെക്കൻഡ് കൊണ്ട് പച്ചപ്പ് മുഴുവൻ തിന്ന് ഒടുക്കിയ അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ സഹായിക്കുമ്പോൾ പച്ചപ്പുഴുവിനെയും തുള്ളനെയും വെട്ടുക്കിളിയെയും ശാസിച്ചുകൊണ്ട് നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കഴിഞ്ഞ നാളുകളിൽ നഷ്ടമാക്കിയിട്ട പൈശാചിക പ്രവൃത്തികളുടെ മേൽ ഇനി അതിർത്തി വിട്ട് കടക്കരുതെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ള ദൈവകൃപയുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി സ്തുതിക്കാമോ? പ്രൈസ് ഗോഡ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വേണം ദൈവത്തിന്റെ സ്തോത്രം സെഖരിയ പ്രവചനത്തിൽ ഒരു വാക്യം വായിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സെഖരിയ പ്രവചനം ദൈവത്തിന്റെ സ്തോത്രം അതിൻ്റെ 9-ാം അധ്യായം 8-ാം വാക്യം. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനൊരു പട്ടാളമായി പാളയം ഇറങ്ങും. എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ സ്തോത്രം വീണ്ടും നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേം അതിന്റെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. നോക്കിയാൽ മതിലില്ല, തുറന്നു കിടക്കുക. പക്ഷേ എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ആ മതിൽ കെട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2-ാം വാക്യം. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിനവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്നോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൂതൻ അങ്ങ് അളന്നു. നീളം എത്രയാണ്, വീതി എത്രയാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ അളന്നു കഴിഞ്ഞാൽ വാനം കോരും മതിൽ കെട്ടിയാലേ പ്രൊട്ടക്ഷൻ അകത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ദൂതം വന്ന് ചുമ്മാ ടേപ്പ് പിടിച്ചാൽ മതി, അവിടെ നിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ചുമ്മാതല്ല. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അളവുനൂല് മനോഹര ദേശത്ത് വീണാൽ അത് അവകാശമായി നിന്റെ കൈവശം വരത്തക്കവണ്ണം നിനക്ക് ചുറ്റും തീമതിലായി, യെരൂശലേമിന് ചുറ്റും തീമതിലായി അവൻ ഒരു പട്ടാളമായി പാളയമിറങ്ങുന്ന ഒരു മഹാദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടേണ്ടത്, നിനക്ക് വേണ്ടിയും വെളിപ്പെടേണ്ടത്. ദൈവപ്രവൃത്തി കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുക മാത്രമല്ല, വെട്ടുക്കിളിയെ ശാസിച്ച് ഞാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇനി നശിപ്പിക്കാൻ കഴിയാതെ വണ്ണം ആ ഒരു ബാധ ഒഴിവാക്കി. അടുത്തത്, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം
മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല. പ്രൈസ് ഗോഡ്. അഞ്ചാമത്തെ പ്രവൃത്തി, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകത്തില്ല. പിഞ്ചായിരിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ കൃപ അങ്ങോട്ട് വ്യാപരിച്ച് കഴിയുമ്പോൾ വിട്ടുമാറും. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ചില അബോർഷൻ നടന്നത് ഇനി നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു തലമുറ വരാതെ കണ്ട് കഴിഞ്ഞ നാളുകളിൽ ചില കുടുംബങ്ങളോട് അബോർഷൻ ഇട്ട് പോരാടിയ പോരാട്ടം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മുന്തിരിവള്ളിയുടെ പിഞ്ച് കൊഴിഞ്ഞു പോകത്തില്ല, മൂക്കാതെ കൊഴിഞ്ഞു പോകത്തില്ല എന്ന് അരുളി ചെയ്ത ദൈവകൃപ ചില കുടുംബങ്ങളിൽ വ്യാപരിക്കും. വായിച്ചട്ടെ. അഞ്ചാമത്, നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കും. ഇത്രയും കാര്യം, 5 കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് മറ്റുള്ളവർ കാണുന്നതെന്നറിയാമോ? നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കുന്നു. 3 കാര്യങ്ങളും ജനം കാണും. ഒന്ന്, ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം വീട്ടിലുള്ള മുറി മുഴുവൻ നിറഞ്ഞിട്ട് പുറത്ത് കിടക്കുക. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എത്ര പേര് മനസ്സിലാക്കി എനിക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് ദൈവമക്കളെ. നിന്റെ സകല വാർഡ്രോബുകളും നിറഞ്ഞ്, സകല പത്തായവും നിറഞ്ഞ്, സകല മുറികളും നിറഞ്ഞ് മറ്റുള്ളവർ കാണത്തക്കവണ്ണം പുറത്ത് കിടക്കുന്ന ഒരു അനുഭവം സ്വർഗത്തിലെ ദൈവത്തിന് ഒരുക്കാൻ കഴിയുമെന്ന് മലാഖിയിൽ കൂടെ അരുളി ചെയ്തത് എൻ്റെ അനുഭവമായി ഇന്ന് രാത്രി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള ദൈവമക്കൾ, വിശ്വാസമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഏറ്റെടുക്ക്. പ്രൈസ് ഗോഡ്. ആ സ്ഥലം പോരാതവണ്ണമുള്ള ഒരനുഗ്രഹം, ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വെട്ടുക്കിളിയെ ശാസിക്കുന്ന ഒരനുഭവം. അവൻ നട്ടുണ്ടാക്കിയത് മേടിച്ചു കൂട്ടിയത്, അവൻ കൈവശം വന്നത് കിട്ടുമെന്ന് വിചാരിച്ച്, ഇതിൻ്റെ ഈൽഡ് കിട്ടുമെന്ന് വിചാരിച്ച് ഷുവറാക്കിയത് ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അങ്ങനെ ഇനി നഷ്ടപ്പെട്ടു പോകാതെ കണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനോഹര ദേശമെന്ന് പറയത്തക്കവണ്ണം വിതച്ച ഗോതമ്പ് അങ്ങനെ വളർന്നു നിൽക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കതിരുകൾ ഇങ്ങനെ കാറ്റിലാടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അപ്പുറത്ത് യവം വിതച്ചത് മനോഹരമായി പൂത്ത് കായ്ച്ചു നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഇപ്പുറത്ത് ചോളം വിതച്ചത്, പ്രൈസ് ഗോഡ്, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാടം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ ജനം കണ്ടു കഴിയുമ്പോൾ, വൃക്ഷങ്ങളെല്ലാം കായ്ച്ചും പൂത്തും നിൽക്കുന്നത് കാണുമ്പോൾ, ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബസ്സിന് പോകുമ്പോൾ, കാറിന് പോകുമ്പോൾ, വല്ലവൻ്റെ പറമ്പിലായാലും വേണ്ടുകയില്ല, നിറച്ച് മാങ്ങയുണ്ടായി നിൽക്കുന്നൊരു മാവ് കാണാൻ എന്തൊരു ഭംഗിയല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ ദേശം മുഴുവൻ സകല ഫലവൃക്ഷങ്ങളിൽ മേലും മറ്റുള്ളവർ കാണത്തക്കവണ്ണം, ആമൻ, വൃക്ഷത്തിൽ ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർ കാണത്തക്കവണ്ണം വെളിപ്പെടുത്തി കാണുമ്പോൾ, ദേശത്തുകൂടെ കടന്നു പോകുന്നവർ നിന്നെ ദേശത്ത് നോക്കിയിട്ട് പറയും, നീ മനോഹരമായൊരു ദേശമാണ്, നീ മനോഹരമായൊരു ദേശമാണ് എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഹിഡനായിട്ടല്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഒരു എക്സിബിഷൻ പോലെ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് ആരാധിക്കാമോ? ആമേൻ. ഒന്നാമത് ദൈവത്തിന്റെ സ്തോത്രം, സ്ഥലം പോരാതെ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്. രണ്ടാമത്തേത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, അൺബീറ്റബിൾ ബ്ലെസ്സിങ്. പ്രൈസ് ഗോഡ്. വെട്ടുക്കിളിക്ക് ശാസിക്കാൻ വയ്യാത്തത്, നശിപ്പിക്കാൻ വയ്യാത്തത്, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മൂന്നാമത്തേത്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, അൺടൈംലി ആയിട്ട് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അവിടെ നിൽക്കുമെന്ന്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ ചിലതൊക്കെ കയ്യിൽ വരുമെന്ന് വിചാരിച്ചത് പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, അത് മൂത്ത് പഴുത്ത് അത് പറിച്ചനുഭവിക്കത്തക്കവണ്ണം മുന്തിരിവള്ളിയുടെ പിഞ്ച് പൊഴിഞ്ഞു പോകാതെ കണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവജനം പ്രവർത്തിച്ച് കഴിയുമ്പോൾ, മുന്തിരിവള്ളി എല്ലാം പൂത്ത് കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ജനം വിളിച്ചു പറയും, ഇതൊരു മനോഹര ദേശമാണ്. എന്നിട്ട് അന്വേഷിക്കും, ഇവിടെ പാർക്കുന്നത് ആരാ ഇവിടെ താമസിക്കുന്നത്? ആരാ ഈ ദേശത്ത് താമസിക്കുന്നത്? കൈപൊക്കി പറഞ്ഞു, ഞാനാണേ.
ജനം പറയും, സകല ജാതികളും പറയും, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവതി, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവതി. നിങ്ങളെ നോക്കി പറയും, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇതുപോലെ ഒരനുഭവത്തിൽ കൂടെ വചനപ്രകാരം എന്നെ നടത്തുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തെ അല്പസമയം ഒന്ന് ആരാധിക്കുവാൻ. മടബര അർജുന ജപനക രഗത ഷന്തൽ ഖൗഡേ അർജുന ജപനക ദന്തല ഘട്ടല ബൗഡക രഗതക ജലബല ഹത്തല ബൗഡ ഷാര ബാര രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ, ഇങ്ങനെ നമ്മളെ ഭാഗ്യവാന്മാരെന്നും ഭാഗ്യവതി എന്നും പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ പ്രവൃത്തി എനിക്ക് കാണണം. മലാഖി പറഞ്ഞു, എന്ന് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ഈ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയും അടയാളങ്ങൾ ചെയ്യുകയും എന്നെ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയത്തക്കവണ്ണം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കാര്യം ഇത് സ്തോത്രം ചെയ്യാമോ? ആമേൻ. അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് അല്പസമയം ദൈവത്തെ ആരാധിച്ച ശേഷം ഈ വിശ്വാസത്തോടെ മടങ്ങിപ്പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് കഴിഞ്ഞ നാളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് വചനത്താൽ എന്നെ ഉറപ്പിച്ച ദൈവം, എന്നെ ജയം തന്ന് നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കാൻ പോകുക. എങ്ങനെന്നറിയാമോ? ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇന്നതല്ലെന്നാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഓ നിന്നതല്ല നാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, ഒരു സാധ്യതയില്ലെങ്കിലും സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനെ സുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനെ സുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം.
വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ ഭീതി മുഴക്കുമ്പോ ഭീതിയും മുഴക്കിടുമ്പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയ യേശുനാഥൻ വിവരങ്ങളുടെ ആഘോഷം മുഴക്കിടുവാൻ പ്രവൃത്തിയിൽ വലിയ യേശുനാഥൻ വിവരങ്ങളുടെ ആഘോഷം മുഴക്കിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിൽ സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം വെല്ലുവിളികൾ ഇന്ന് അവസാനിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ കെട്ടുകളും വഴിയട്ടെ, എല്ലാ വേദനകളും വഴിയട്ടെ. നാളുകളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെട്ടുക്കിളിയെ ശാസിക്കണമേ, ഈ പച്ചപ്പുഴുവിനെ ശാസിക്കണമേ, വെട്ടിലികളെ ശാസിക്കണമേ, പച്ചപ്പുഴുവിനെയും തുള്ളനെയും വെട്ടുക്കിളിയെയും ഇന്ന് രാത്രി ശാസിക്കണമേ. ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി അടഞ്ഞു കിടക്കുന്ന ആകാശത്തിലെ കിളിവാതില് ഇന്ന് രാത്രി നീ തുറക്കണമേ. അവൻ ഹല്ലേലൂയ. മുളച്ചതിനെയും വളർന്നതിനെയും നശിപ്പിച്ചു കൊണ്ടിരുന്ന ചില വെട്ടുക്കിളിയുടെ അനുഭവങ്ങളെ ഇന്ന് രാത്രി ശാസിക്കണമേ. മുന്തിരിവള്ളി മൂക്കുന്നതിന് മുമ്പ് പിഞ്ച് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ത് ശക്തിയായാലും ഇന്ന് രാത്രി അതിനെയും ശാസിക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളൊരു മനോഹര ദേശമായിരിക്കുകയാണ്. സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എത്ര പേർക്ക് ആമേൻ പറയാം? ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ ഇളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് വേദനയോടെ ഈ ഹോളിൻ്റെ അകത്ത് കടന്നു വന്ന ഓരോ ജീവിതങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായും ശക്തമായും ഇടപെട്ടുകൊണ്ടിരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല ജാതികളും ഞങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയിപ്പിക്കത്തക്കവണ്ണം ഒരു മനോഹര ദേശമാക്കി തീർത്തതുപോലെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഇന്ന് രാത്രി ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ഏലിയാവിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ കാണാത്ത നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാകത്തക്കവണ്ണം ഇന്ന് രാത്രി അനുഗ്രഹിച്ച ദൈവത്തിനായി സ്തോത്രം. സ്ഥലം പോരാതെ വരുവോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചില അനുഭവങ്ങളെ നശിപ്പിച്ച വെട്ടുക്കിളിയെ ഇന്ന് രാത്രി ശാസിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില അനുഭവങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതെ വണ്ണം ഹല്ലേലൂയ കൊഴിഞ്ഞുപോയ ചില അനുഭവങ്ങൾക്കും ഇന്ന് രാത്രി മാറ്റം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ പറയത്തക്കവണ്ണം വ്യക്തമായി ചില അനുഭവങ്ങൾ കാണത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷപ്പാട് അങ്ങനെ വൃത്തിയെ ബലപ്പെടുത്തിയല്ലോ, അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കുന്നല്ലോ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിന്നെയും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. നാളെ രാവിലെ